ആ വ്യക്തിയുടെ മാറ്റത്തിനായി ഞാൻ നല്ലോണം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ചിലർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും ഈ വാചകം, അല്ലേ? അതായത് ഒരു വ്യക്തി മാറണം എന്ന് കരുതിയിട്ട് നമ്മൾ നല്ല പോലെ പ്രാർത്ഥിക്കും. കാരണം അവരുടെ മാറ്റം വന്നാൽ മാത്രമേ നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ അവിടെ കുറയുള്ളൂ. പക്ഷേ ദൈവം തിരിച്ചു തരുന്ന മറുപടി എന്ന് പറയുന്നത് നമ്മൾ ആരും കേൾക്കാറില്ല. ഒരുപക്ഷെ അത് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം എന്നില്ല. നമ്മുടെ അനുഭവത്തിലൂടെയൊക്കെ ആയിരിക്കും ദൈവം നമ്മളോട് മറുപടി പറയുന്നത്. അതായത് സെൽഫ് ഹീലിങ്ങിനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ഫ്രീഡത്തിനുള്ള ഒരു സമയമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചില ഓർമ്മപ്പെടുത്തലൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദൈവത്തിന്റെ മറുപടി അത് തന്നെയായിരിക്കും. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തികളുടെയും സ്വഭാവം മാറില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. താൻ മാറണോ വേണ്ടയോ എന്നത് ഒരു വ്യക്തി മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ബൗണ്ടറിയിൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെയധികം ഹാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ മാറ്റാനുള്ള ഒരു ചോയ്സ് ഇല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണോ ആ സമയത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എടുക്കാവുന്ന ഒരു തീരുമാനം, അതെടുക്കാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ മറുപടി പലപ്പോഴും സെൽഫ് ഹീലിംഗ് എന്നതും നിങ്ങളുടെ ഫ്രീഡം എന്നതും സെൽഫ് റെസ്പെക്റ്റ് എന്നതും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ മാറ്റം ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ ആ വ്യക്തിക്ക് സ്വയം തീരുമാനിക്കാം താൻ മാറണോ വേണ്ടയോ എന്നുള്ളത്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാളുകൾ അങ്ങനെ കാത്തിരുന്ന് സ്വന്തം ജീവിതം പാഴാക്കുകയും ബന്ധങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ട് ഒന്നും നേടാനില്ലല്ലോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. Let's transpire to inspire.